ഹേയ് ഗൈസ്, നിങ്ങൾ ഈ സോങ് കേട്ടിട്ടുണ്ടോ? അതെ, രണൻ ടൈറ്റിൽ ട്രാക്ക്. നിങ്ങൾ ഈ സോങ് കേട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എത്ര പേര് ഈ പടം കണ്ടിട്ടുണ്ട്? എത്ര പേര് ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്? ഈ പടത്തിന്റെ ഫസ്റ്റ് സ്നീക്ക് പീക്ക് ഇറങ്ങിയപ്പോ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്? കണ്ടില്ലല്ലോ? വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം രണം ദ ഡിട്രോയിറ്റ് ക്രോസിംഗ് ഇനി സ്നീക്ക് പീക്ക് ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിരുന്നു. കറക്റ്റ് പറഞ്ഞ ഒരു ഹോളിവുഡ് മൂവി ആയിട്ട് മുമ്പൊക്കെ തന്നെ ആർക്കും ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പം തന്നെ തീരുമാനിച്ച ഈ പടം എന്തായാലും കാണും, മിസ്സാക്കൂലാണ്. പിന്നെ അടുത്ത ദിവസം പിന്നെ വേറെ സ്നീക്ക് പീക്ക് ഇറങ്ങി, അത് വെറൈറ്റി സ്നീക്ക് പീക്ക് ആയിരുന്നു. കാരണം ഞാൻ ഇതേപോലെ തന്നെ പ്രതീക്ഷിച്ച ഒരു ഭയങ്കര ആക്ഷൻ ആയിട്ടുള്ള, പക്ഷെ അത് കണ്ടപ്പോൾ കുറച്ച് സൈലന്റ് ആയിരുന്നു. ഇഷാത്തലവാറും പൃഥ്വിരാജും സംസാരിക്കുന്നത്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം സീ മാറി. അപ്പോഴും പ്രതീക്ഷിച്ചത് മാറിയ സിനിമയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം ഇതെന്തോ ഒരു യുണീക്ക് പടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ആക്ഷൻ പടമല്ല ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചത്. ഒരു ക്ലാസ് അല്ല, ഒരു യുണീക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ടൈറ്റിൽ ട്രാക്ക് അപ്പോഴേ റിലീസ് ആയിട്ടായി. ഇപ്പോഴും ഒരു മോചനമില്ല പാട്ടും. പിന്നെ അതിലെ വേറെയും പാട്ടുകൾ ഇറങ്ങി. ആയുധമടിയുടെ പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ ആ പാട്ട് ഈ ലൈഫിൽ പോകും തോന്നില്ല. പിന്നെ പതിയെന്ന് പറഞ്ഞ പാട്ടും വേറെ ലെവൽ റൊമാൻറ്റിക് സോങ്. അങ്ങനെ ഈ പാട്ടും ട്രെയിലറും ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ സിനിമ കാണാൻ പോയി. തിയേറ്ററിൽ ആളൊന്നുമില്ല, ആ കുറച്ച് ആൾക്കാർ TV. ഞാൻ പിന്നെ ചെന്ന് വെള്ളിയാഴ്ച ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ഞാൻ പോയപ്പോൾ പണിക്കായിട്ടേക്ക് ആൾക്കാർ വരാത്തത്. പക്ഷെ ഈ സിനിമ പിന്നെ അറിഞ്ഞ് പെട്ടെന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് പോയി ഫെയിലായി എന്നൊക്കെയാണ് അറിഞ്ഞ്. അണ്ടർ റേറ്റഡ്. രണത്തിന്റെ ബേസിക് പ്ലോട്ട് എന്താ വെച്ചാൽ, അമേരിക്കയിലെ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ജീവിക്കുന്ന കുറച്ച് മലയാളികളുടെയും തമിഴന്മാരുടെയും ഒരു സ്റ്റോറിയാണ്. ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സിറ്റി ഭയങ്കര ക്രൈമും ഡ്രഗ്സും ഒക്കെ ഉള്ള ഒരു ഭയങ്കര അമേരിക്കയിലെ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ്. പാടപ്പെട്ട ആദി എന്ന് പറഞ്ഞ ക്യാരക്ടറും, പൃഥ്വിരാജിന്റെ ആദി പറഞ്ഞ ക്യാരക്ടറും, പിന്നെ നന്ദുവിന്റെ കുറച്ച് ഫാമിലി, ഓന്റെ ടീമിലുള്ള, പിന്നെ റഹ്മാന്റെ കുറച്ച് ടീമും, ഇഷാ തൽവാറിന്റെ ഒരു ഫാമിലിയും, ഇവർ തമ്മിലുള്ള കണക്ഷൻസ് ആണ് ഈ സിനിമേന്റെ ഒരു മെയിൻ പ്ലോട്ടായിട്ട് തന്നെ ഡെവലപ്പ് ആവുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ വിചാരിക്കും കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത്, രണത്തിന് ഉപയോഗിച്ചുള്ള ക്യാമറ ഒക്കെ അവിടെ കിട്ടുന്നത് വളരെ ചീപ്പായിട്ടുള്ള ക്യാമറയിലാണ് ഈ രണം ഷൂട്ട് ചെയ്തതും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വെറൈറ്റി യുണീക്നെസ് ആക്കി നമുക്ക് ചിലപ്പോൾ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്ത്. ഇതിന്റെ മ്യൂസിക്കും പിന്നെ സ്റ്റോറി ടെല്ലിങ്ങും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വേറൊരു ടൈപ്പ് ലെവൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് ഇതാണ്. പക്ഷെ ചില കഥകൾ, ഇതുപോലെയുള്ള കഥകൾ അവസാനിക്കുന്നത് ഒരു തുടക്കത്തിലാണ്. ഈ കഥയുടെ തുടക്കം. ഇതിന്റെ ലാസ്റ്റ് ഷോട്ട് ഇതാണ്. പക്ഷെ ചില കഥകൾ, ഇതുപോലെയുള്ള കഥകൾ അവസാനിക്കുന്നത് ഒരു തുടക്കത്തിലാണ്. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്. പിന്നെ ഇതിന്റെ BGM പറയുകയാണെങ്കിൽ, ഇതിന്റെ ടൈറ്റിൽ എഴുതി കാട്ടുന്ന സീനുണ്ട്. എന്താ ഒരു BGM ഉണ്ട്, ഒരു എനിക്ക് ഭയങ്കര എന്താ ഒരു ഹാൻസിമ്മർ ലെവൽ അല്ലെങ്കിലും ഭയങ്കര ഹീറോയിക് ആയിട്ടും മലയാളത്തിലൊന്നും ഇതുവരെ കേൾക്കാത്തൊരു ഭയങ്കര പവർഫുൾ ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് അവിടെ ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പോൾ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏത് കാലം എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിനിമയാണ്. അപ്പൊ രാജേട്ടൻ പറഞ്ഞ പോലെ ഇനി ചെയ്യേണ്ടത് നമ്മളല്ല, ഞാനല്ല നിങ്ങളാ. എന്ത് സബ്സ്ക്രിപ്ഷൻ അല്ല, സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും. ബെൽ ബട്ടൺ. Sometimes you don't have a choice.